ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. എന്റെ ഭീം സിംഗ്, അതവിടെ ശരിക്കും കെട്ടിത്തൂക്ക്. അവിടെ തന്നെ. ഈ ശിവ എവിടെ പോയി കിടക്കുക? നാളെ ദീപാവളിയല്ലേ, ഞാൻ ഇന്ന് തന്നെ പോയി പടക്കമൊക്കെ വാങ്ങിക്കൊണ്ട് വരട്ടെ. വേഗം തന്നെ. അല്ല, ശിവ പടക്കം പൊട്ടിക്കില്ല എന്ന് അറിയില്ലേ? എൻവയറമെന്റിനെ വളരെ സ്നേഹിക്കുന്നവനാ. അല്ല, നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഓക്കെ ഓക്കെ. ശിവ വന്ന ഉടനെ തന്നെ പടക്ക മാർക്കറ്റിലേക്ക് അയക്കേ. നമസ്തേ ശർമ്മ. നമസ്കാരമുണ്ട്. ഇതുവരെ ശിവ എത്തില്ലല്ലോ. വരുന്നുണ്ടാവും. അല്ലേലും ശിവയ്ക്ക് പടക്കം പൊട്ടിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഞാനാണ് പടക്കം പൊട്ടിക്കുന്നതിൽ വീരൻ. പോവല്ലേ, ഇതാ ഞാനും വരുന്നു. ഹലോ എവ്രിബഡി, നിങ്ങൾ എല്ലാവർക്കും ദീപാവലിയുടെ ആശംസകൾ നേരുന്നു. ഞാൻ ബാറൂദ് സിംഗ്. എന്റെ പേര് കേട്ടാൽ എല്ലാവരും ഞെട്ടിവിറയ്ക്കും. മറ്റുള്ളവരെന്നെ അനുസരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ ബാറൂദ് ചോദിക്കുന്നത് ഉടനെ തരണം. എന്റെ ആളുകളെല്ലാം ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ പക്കൽ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള പടക്കം ആ ബാഗിനകത്ത് ഇടണം. എന്നാൽ എനിക്ക് ഡൊണേഷൻ തരാൻ സമയമായി. അല്ല, ഇത് എന്നാ പരിപാടിയാ? ഞാൻ എന്തിനാണോ തനിക്ക് ഡൊണേഷൻ തരട്ടെ? ആരെങ്കിലും പോലീസിനെ വിളിക്കോ? അവൻ ശരിക്കും കേട്ടില്ലെന്ന് തോന്നുന്നു. ബാറൂദ് എന്ന പേര് കേട്ടാൽ എല്ലാവരും വിറയ്ക്കും. മരണദൂതനാണ് ഈ ബാറൂദ്. ഇതാകെ ബുദ്ധിമുട്ടായല്ലോ. ഞങ്ങള് പിന്നെ എങ്ങനെയാ ദീപാവലി ആഘോഷിക്കുക? ഇത്തവണ ആരും ദീപാവലി ആഘോഷിക്കണ്ട. ഈ ഞാൻ മാത്രം ദീപാവലി ആഘോഷിച്ചാ മതി. എന്ത് പറയാനാ? എന്റെ മോന് വേണ്ടിയാണ് ഞാൻ ഈ പടക്കമെല്ലാം വാങ്ങിച്ചത്. ഇത് എന്റെ പടക്കാണ്. എല്ലാവരും പടക്കം കൊണ്ട് വേഗം വരൻ. എനിക്കൊരു പ്രധാന ജോലിയുണ്ട്. ഹലോ ശിവ. ഓക്കെ രവ, ഞാനിപ്പോ അങ്ങോട്ട് വരുന്നത്. പിന്നെ ലഡു സിംഗ് സാറിനെ വിളിക്കണോട്ടോ. അങ്കിൾ, മര്യാദക്ക് എല്ലാ പടക്കവും തിരിച്ചു കൊടുക്ക്. ഹലോ കുട്ടി, പോയി നിന്റെ ജോലി ചെയ്യ്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇവർക്ക് പറക്കാനും പറ്റുന്നുണ്ടല്ലോ. വെരി ഗുഡ് ശിവ. നമുക്ക് പോവാം, അല്ലെങ്കിൽ വല്ലാതെ അടി കിട്ടും. ഓടിക്കോ. പിടിച്ചോ. എന്തവിടെ നടക്ക
നടക്കുന്നേ? അടിക്ക് അടിക്ക്, വെറുതെ വിടരുത്. അവനെ ഇടിക്ക്. ആ കള്ളൻ ശരിയല്ല, ഇടിക്ക് അവനെ. ഇടിക്ക്. എന്നെ തല്ലല്ലേ? എനിക്ക് വേദനിക്കുന്നു പറഞ്ഞില്ലേ? ഇത്രയും ശക്തമായിട്ടുള്ള അടിയാണെങ്കിൽ അത് ശിവയുടെ തന്നെ ആയിരിക്കും. ശിവ, ഇത് ഞാനാണ് ലഡ്ഡു സിംഗ്. സോറി ലഡു സിംഗ് സർ. ശിവ, ഈ തെറ്റ് ഒരിക്കൽ കൂടി നീ ആവർത്തിക്കല്ലേ പ്ലീസ്. ഇനി നീ എന്നോട് പറയൂ എന്താ സംഭവിച്ചത്? പിന്നൊരു കാര്യം, ബോസിനോട് പറയരുത് നമ്മളൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ടാ വന്നേന്ന്. എന്താ പറയണെന്ന് വെച്ചാ പോലീസ് വന്നെന്ന് പറയണം. നിങ്ങളെല്ലാവരും വെറും കൈയോടെ വന്നോ? ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ പടക്കം എവിടെ? ബോസ്, അവിടെ പോലീസ് വന്നായിരുന്നു. ആ പോലീസുകാരൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് അവിടുന്ന് ഓടേണ്ടി വന്നു. ആ പോലീസുകാരൻ ആരാണെന്ന് പറയാ. അങ്ങോട്ട് നോക്കൂ ബോസ്, ഇയാളാണ് ആ ഇൻസ്പെക്ടർ. മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരോട് പറയും മോഷണം നിർത്തിക്കോ, അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് ഇപ്പൊ വരുമെന്ന്. ഓ, അത് ഇയാളാണല്ലേ? പോലീസുകാരൻ എന്റെ ആളുകളെ തല്ലിയെന്നോ? അയാളെ എനിക്ക് കാണണം. മഹാനായ ഇൻസ്പെക്ടർ, പടക്കം കൊണ്ടുപോകുന്ന ഗുണ്ടകളെ തടഞ്ഞു നിർത്തി ഒരുപാട് ഇടിച്ചയാള്. നിങ്ങളെ ഒന്ന് നേരിൽ കാണാൻ വന്നതാണ് ഞാൻ. അതെ അതെ, അത് ഞാൻ തന്നെയാണ്. ഇങ്ങനത്തെ കള്ളന്മാരൊക്കെ പിടിച്ച് അകത്താക്കുന്നത് എന്റെ ഡ്യൂട്ടിയിലത്തെ ഒരു ഭാഗമാണല്ലോ. എനിക്ക് താങ്കളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. അതിനെന്താ? ചോദിച്ചോളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ചോദിച്ചോളൂ. ഇയാളെ സെല്ലിലേക്ക് കൊണ്ടുപോകൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചാൽ ശരിയാവില്ല. ജയിലിനകത്ത് എന്തിനാ ഇന്റർവ്യൂ? പുറത്ത് മതിന്നേ, എനിക്ക് ഇവിടെ സൗകര്യം. വേണ്ട. എന്താ നിങ്ങളെ കാണിക്കുന്നത്? എന്നെ തല്ലല്ലേ? വേണ്ട, എന്നെ തല്ലല്ലേ? എന്നെ തല്ലല്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ വിട്ടേക്ക്. ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ വിട്ടേക്ക്, എന്നെ വിടാൻ പറഞ്ഞത്. എന്നെ തല്ലല്ല. നിങ്ങളുടെ ആൾക്കാരെ തല്ലിയത് ഞാനല്ല. അപ്പൊ പിന്നെ ആരാണ് എന്റെ ആൾക്കാരെ അടിച്ചത് പറയാ? ഞാൻ നിങ്ങൾക്ക് ശിവേനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരു അക്ഷരം പോലും പറഞ്ഞു തരില്ല. അവൻ ആചാര്യ റോട്ടിൽ മിസ്റ്റർ സ്വാമിയുടെ വീടിന്റെ അടുത്താ താമസിക്കുന്ന എന്നുള്ള വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരില്ല. ഞാൻ ഒന്നും പറഞ്ഞു തരില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. എന്നെ എങ്ങനെ തല്ലിയാലും ഞാൻ പറഞ്ഞു തരില്ല. കണ്ടല്ലോ പേടാരാം, ഞാൻ അവരോട് ശിവേനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. എന്റെ സാറേ എല്ലാം പറഞ്ഞു കൊടുത്തല്ലോ. ഇനി അവരോട് പറയാൻ എന്താ ബാക്കിയുള്ളത്? എന്ത്? ഞാനെന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. ഹലോ ശിവ, നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ മുത്തശ്ശനെ കാണാൻ വേണ്ടിട്ട് മാർക്കറ്റിലേക്ക് പോവാ. രവ, നീ അവിടെ വന്നേക്ക്. ഓക്കെ ശിവ. നിക്കൂ, കൊണ്ടുപോകല്ലേ ശിവ.
നിക്കൂ. ഇദ്ദേഹത്തിന്റെ വായെന്തിനാണ് ഇങ്ങനെ കെട്ടിരിക്കുന്നേ? മുതിർന്നവരെ എന്തും ബഹുമാനിക്കണം. വേഗം തന്നെ വായിലെ കെട്ടഴിക്കും. സാർ, ഇയാളുടെ വാ തുറക്കല്ലേ. ഇയാള് വാ തുറന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. കെട്ടഴിക്കാൻ എന്തു കൂടുതൽ സംഭവിക്കുന്നതാണ് ഈ പറയുന്നത്? ആ പറഞ്ഞോട്ടെ, എനിക്കാരെയും പേടിയില്ല. അല്ലേലും പ്രായമായവരൊക്കെ ഇങ്ങനെ ചലവല വന്ന് ചിലച്ചോണ്ടിരിക്കും. വേഗം വായിലെ കെട്ടഴിക്ക. ഓ, ഇതെന്താണ് ഈ ചെയ്യുന്നത്? സാർ, അയാള് പാട്ട് പാടുകയാണ്. പാട്ട് പാടാൻ ഇങ്ങനെയാണോ പ്രയോഗിക്കണോ? മതിയാക്ക് മുത്തശ്ശ, അല്ലെങ്കിൽ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടും. ഇതെന്താണ്? സാർ, ഞങ്ങൾ നിങ്ങളെ സൂചിപ്പിച്ചിരുന്നു, പക്ഷെ താങ്കൾ കേട്ടില്ല. ഇതെന്തായുധമാണ്? അയാളുടെ വായടയ്ക്ക്. പിന്നെ സാറേ, ആ പ്രായമുള്ളവരെ ബഹുമാനിക്കേണ്ട കാര്യം പറഞ്ഞില്ലേ? അത് ആദ്യം എന്റെ കാര്യം വേണം നോക്കാനായിട്ട്. മുതിർന്നവരെ ബഹുമാനിക്കേണ്ട കാര്യം ഇപ്പൊ പറയണ്ട. മര്യാദയ്ക്ക് വായടയ്ക്ക്. എന്റെ അമ്മോ. എന്റെ മുത്തശ്ശനെ മര്യാദയ്ക്ക് വിട്. ഓ, ഇതേതാ ഈ കുട്ടി? എന്തിനാ ഇവിടെ വന്നത്? ഇത് അറിയാനായിട്ടാണോ നിങ്ങൾ ഇത്രയധികം പടക്കം കൂട്ടി ഒരുമിച്ച് വെച്ചിരിക്കുന്നത്? കാരണം പടക്കം എനിക്ക് പ്രിയപ്പെട്ടതാണ്. എന്റെ പേര് ബാറൂദ് എന്നാണ്. പടക്കം എനിക്ക് വളരെ അത്യാവശ്യമായ സാധനമാണ്. എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എന്റെ ദേഹത്ത് നിന്ന് പല അപൂർവ ശക്തികളും പടക്കം മുഖേനയാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണ നിങ്ങൾ ദീപാവലി ആഘോഷിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ദീപാവലി തീർച്ചയായിട്ടും ആഘോഷിക്കും. ഇന്നുവരെ വേദ സിറ്റിയിൽ ദീപാവലി ആഘോഷിക്കാതെ ഇരുന്നിട്ടേ ഇല്ലല്ലോ. പിന്നെന്താ, ഇത്തവണ ആഘോഷം കൂടും. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല കുട്ടി. അങ്ങനെ കുട്ടി ഇത് പറയല്ലേ സാറേ. കുട്ടിയെ പിന്നെ കുട്ടിന്ന് വിളിക്കാതെ പിന്നെ എന്തോന്ന് വിളിക്കൂടോ? അവന്റെ പേര് ശിവേന്നാണ്. ഇവനാണോ? ഞാൻ വിശ്വസിക്കില്ല. നമ്മുടെ ആൾക്കാരൊക്കെ ഇവനാണോ അടിച്ചത്? കുട്ടി, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. മര്യാദയ്ക്ക് മുത്തശ്ശന്റെ വായ തുറന്നു വിട്. ഏയ്, ആരും അദ്ദേഹത്തിന്റെ വായ തുറക്കരുത്. എന്തോന്നോടാ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? ഏകവീ ചെറുക്കനെ ഇടിച്ച് പഞ്ചറാക്ക്. എത്രയും പെട്ടെന്ന് വായ അടയ്ക്ക. ശിവ, ഈ ചെറുക്കൻ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇവൻ ഒറ്റയ്ക്ക് നിന്ന് എന്റെ ഓരോ ആളുകളെയും അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. ഇനി ഇവനെ ഞാൻ വിടില്ല.
അതെ, എല്ലാം ഒന്ന് പെട്ടെന്ന് മതിയാക്ക്. എന്തിനാ എന്റെ വെറുതെ ഉപദ്രവിക്കുന്ന? മതിയാക്ക്. എന്നെ ഇങ്ങനെ ഇട്ട് തല്ലല്ലേ, എനിക്കിനി തല്ല് കൊള്ളണ്ട. Now you are under arrest. Hi. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരത്ത്. ഇനി 50 കിലോമീറ്റർ ദൂരമുള്ള കാര്യം പറയല്ലേ ലഡ്ഡു സിംഗ് സാറേ. എന്നെ ഈ ശിവയിൽ നിന്നും 100 കിലോമീറ്റർ ദൂരത്തേക്കെങ്കിലും കൊണ്ടുപോകൂ. എന്റെ പേര് ബാറൂദ് എന്ന് കേട്ടാൽ ആളുകൾ ഞെട്ടിവിറയ്ക്കും. പക്ഷേ ഞാൻ ശിവ എന്ന് കേട്ടാൽ ബോധം കെട്ടി വീഴും. അങ്കിൾ, നിങ്ങൾ ഒരു നല്ല ഇന്റലിജന്റ് മനുഷ്യനാണല്ലോ. എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മൾ രാജ്യത്തിന്റെ സൈനികർക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ അങ്ങ് എത്രമാത്രം പ്രശസ്തനായനെ. ഗവൺമെന്റിൽ നിന്നും അവാർഡും കിട്ടിയേനെ. TV മുഴുവനും പ്രശസ്തനായനെ. രാജ്യം മുഴുവനും അങ്ങേ അഭിനന്ദിച്ചേനെ. ലഡ്ഡു സിംഗ് സാറിനോട് ചോദിച്ചു നോക്കൂ. തീർച്ചയായിട്ടും അദ്ദേഹം സഹായിക്കും. പിന്നെന്താ, തീർച്ചയായിട്ടും സഹായിക്കാം. നാടിന് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ എപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു പേരും കിട്ടും. മനസ്സിലായോ? ഇത് കൊള്ളാലോ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ആലോചിച്ചിട്ടില്ല. ഞാനൊരു വലിയ കള്ളനാണ്. അപ്പോ എപ്പോഴും ആ ബുദ്ധിയല്ലേ എനിക്കുണ്ടാകൂ. കൂട്ടരെ, നമ്മൾ ഇത്രയും കാലം തെറ്റാണ് ചെയ്തത്. നൗ we will do good work. നമുക്ക് നല്ല മനുഷ്യരാവാം. നമ്മളെല്ലാവരും ചേർന്ന് ദീപാവലി അടിച്ചു പൊളിക്കാം. ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് മിസ്റ്റർ ബാരൂദ് സിംഗ്. ഇയാൾ നമ്മുടെ കൂടെ ദീപാവലി ആഘോഷിക്കാൻ വന്നതാ. എല്ലാവരും ക്ഷമിക്കണം, ഞാൻ നിങ്ങളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന ശിവയാണ് എന്നെ നന്നാക്കിയത്. ഇനി ഞാനൊരു നല്ല മനുഷ്യനാവും. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ചേർന്ന് ഞാനും ദീപാവലി ആഘോഷിക്കാൻ പോകുന്നു. നിങ്ങളെല്ലാവരും ഒരിക്കലും ആഘോഷിച്ചിട്ടില്ലാത്ത ഒരടിപൊളി ദീപാവലി ആയിരിക്കുമെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.